കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ കർത്താവിൻ്റെ ആ കരുതലും സ്നേഹവും അനുഭവിച്ചവർ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. രാത്രി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയ കോഴിതൻ കുഞ്ഞിനെ ചെറുകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചെറുകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും ദൈവം അവിടിവിടങ്ങളിൽ തൻ്റെ മക്കളെ സൂക്ഷിച്ച പരിപാലിച്ചു. അവൻ്റെ നടത്തിപ്പ്, അവൻ്റെ കരുതൽ, അവൻ്റെ സ്നേഹം അനുഭവിച്ചവർ കരങ്ങളെ തട്ടി ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവൻ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായവൻ, കഷ്ടതയുടെ നടുവിലും കരം പിടിച്ചു നടത്തുന്നവൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന, ഇത്രത്തോളം നമ്മെ സഹായിച്ച, ഇത്രത്തോളം നമ്മെ ബലപ്പെടുത്തിയ ആമേൻ നമ്മുടെ ദൈവത്തിന് അതരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്, കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. ഇന്ന് പകലിലും അത്ഭുതകരമായി അതിശയകരമായി അവിടുന്ന് ഞങ്ങളെ നടത്തിയ, അവിടുന്ന് ഞങ്ങളെ പുലർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. കൂട്ടുകൂടുമ്പോൾ ഇമ്പമായി മാറുന്ന ഭൂമിയിലെ സ്വർഗമായി ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക കുടുംബങ്ങൾ തകർന്നു പോയപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിട്ടുവയ്ക്കുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. കുടുംബമായ അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയാട്ട്. കർത്താവേ, കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി അവർ പാടുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പാടുവാൻ, കർത്താവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഇന്ന് രാത്രി ലൈവിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സ്വർഗം അനുഗ്രഹിക്കണമേ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി നൽകണമേ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടകനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടും. നമുക്ക് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി പിന്നെയും കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആമേൻ വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് നമ്മെ സഹായിക്കുന്ന, കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതാണ്. ഇന്ന് രാത്രി അത് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ, ആകുലതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ കൈപിടിച്ചു നടത്തുന്ന കർത്താവ് ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. താതന്റെ മാർവല്ലു ചൂടെനിക്ക്, താതന്റെ കൈയല്ലോ തണലെനിക്ക്, താതന്റെ മാർവല്ലു ചൂടെനിക്ക്, താതന്റെ കൈയല്ലോ തണലെനിക്ക്, കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപാദത്തെ കടന്നിടുവാൻ, കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപാദത്തെ കടന്നിടുവാൻ, താതന്റെ മാർവല്ലു ചൂടെനിക്ക്, താതന്റെ കൈയല്ലോ തണലെനിക്ക്, താതന്റെ മാർവല്ലു ചൂടെനിക്ക്, താതന്റെ കൈയല്ലോ തണലെനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് രാത്രിയിലും ഇടയായി തീരട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം യാക്കോബിന്റെ ആമേൻ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യമാണ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവം ചിന്തിപ്പാനായി ധ്യാനിപ്പാനായി നൽകി തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നാം ഇത് ധ്യാനിക്കുമ്പോൾ, നാം ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ കടന്നു വരുന്ന സകല പ്രതികൂലങ്ങളുടെ നടുവില്, ആമേൻ പ്രതിസന്ധിയുടെ നടുവില്, ആമേൻ ഭാഗ്യകരമായി ജീവിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ഉയരത്തിലെ അഭിഷേകം, ഉയരത്തിലെ കൃപ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിനക്ക് അവനെ ഇഷ്ടമാണോ? ഹല്ലേലൂയ. നിനക്ക് അവനെ ഇഷ്ടമാണോ? ഹല്ലേലൂയ. രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ ചോദിക്കാറില്ലേ ഇഷ്ടമാണോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തമ്മിൽ ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചോദിച്ചേ, ഇഷ്ടമാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് അവനെ ഇഷ്ടമാണോ? ഹല്ലേലൂയ. ആമേൻ. വായിക്കാം. ആമേൻ. യാക്കോബിന്റെ ആമേൻ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അല്പസമയം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തിന് കൈമാറിയ ദൂത് ആമേൻ വായിച്ചു കേൾക്കുമ്പോൾ ആരാണ് ഭാഗ്യവാൻ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലോട്ടറി അടിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് ലോകം പറയുമ്പോൾ
ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുകയാണ്, പരീക്ഷ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അതെ, രണ്ട് കാര്യം നിവർന്നു നിൽക്കത്തക്ക വിധത്തിൽ ബുദ്ധിയും വിവേകവും ജ്ഞാനവും നൽകിയ മനുഷ്യൻ ഭാഗ്യവാനാകുന്നത്. യാക്കോബ് അപ്പോസ്തലന്റെ ആമേൻ കാലത്ത് ജീവിച്ചിരുന്നവരോട് പറയുവാൻ ആത്മാവ് കൊടുത്ത ദൂത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. പരീക്ഷയിൽ അകപ്പെട്ട് ആമേൻ പോകുന്നവരുണ്ട്, പരീക്ഷയിൽ പരാജയപ്പെടുന്നവരുണ്ട്. എന്നാൽ പരീക്ഷ സഹിക്കുന്ന, നമുക്കറിയാം സ്കൂളിൽ പരീക്ഷ എഴുതുവാൻ തയ്യാറാകുന്ന കുഞ്ഞുങ്ങൾ ചിലതൊക്കെ സഹിക്കണം. ഹല്ലേലൂയ. എന്താ സഹിക്കേണ്ടത്? വീട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ ആമേൻ അത് സഹിക്കാൻ തയ്യാറാകണം. ആമേൻ. കൂട്ടുകാർ പറയുമ്പോൾ അത് സഹിക്കാൻ തയ്യാറാകണം. അധ്യാപകർ പറയുമ്പോൾ അത് സഹിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഹോംവർക്ക് ചെയ്യണം, ഉറക്കം കെടും. ആമേൻ. അതെ, മനഃപ്പാഠമാക്കേണ്ടത് മനഃപ്പാഠമാക്കണം. അങ്ങനെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ പരീക്ഷ എഴുതി ജയിക്കാൻ കഴിയത്തുള്ളൂ. ജയിക്കുന്ന കുഞ്ഞുങ്ങളാ ഭാഗ്യവാന്മാർ, അല്ലേ? ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ് ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തോട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ ഈ പരീക്ഷ സഹിച്ച് കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ഇവിടെ ആമേൻ, ഭാഗ്യവാനായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കണം. ഹല്ലേലൂയ. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇതിനോട് ചേർന്ന് 1-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ നടക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ആകരുത്. ഹല്ലേലൂയ. അടുത്തത്, പാപികളുടെ വഴിയിൽ നിൽക്കാതെ. മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് കേട്ടോ, നാൽക്കാലി മൃഗത്തോടുള്ള ബന്ധത്തിലല്ല. ആമേൻ. ഇഴഞ്ഞു നടക്കുന്ന ആമേൻ ഇഴജാതിയോടല്ല, പറന്ന് നടക്കുന്ന പറവകളോടല്ല, പിന്നെയോ അവൻ തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ വാഴുവാൻ തക്കവണ്ണം ആക്കി വെച്ച മനുഷ്യനോടാ പറയുന്നത്, ദുഷ്ടന്മാരുടെ കൂടെ കൂടി സമയം കളയരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. എവിടെ നോക്കിയാലും ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. ആമേൻ. ആമേൻ. നോഹയുടെ കാലഘട്ടം, ആമേൻ, അതെ, ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് രാത്രി രണ്ട് കാലിൽ നിവർന്നു നിൽക്കേ മനുഷ്യനായി ജനിക്കുവാൻ അവസരം നൽകിയ ദൈവത്തിന്റെ ആമേൻ ആധികാരികത വെളിപ്പെടുത്തി നൽകുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് ആത്മാവിനാൽ അഭിഷക്തന്മാർ എഴുതിയ വചനത്തെ അതേ മൂല്യമുള്ളതായി കണ്ട് ആ പരിജ്ഞാനം പ്രാപിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ, ദൈവസഭയുടെ അംഗമായി മാറിയവരോട് ആത്മാവിൽ അപ്പോസ്തലനായ യാക്കോബ് അതേ പറഞ്ഞത് ഇങ്ങനെയാണ്, പരീക്ഷ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ദുഷ്ടന്റെ കൂടെ ആമേൻ നടക്കരുത്. ആമേൻ. അതെ, പരീക്ഷ സഹിക്കുന്നവൻ. ഹല്ലേലൂയ. അല്പം സഹനമൊക്കെ വേണം. ആമേൻ. അതെ, കൂട്ടുകാരന്റെ കൂടെ കൂടി സമയം ചെലവഴിക്കുമ്പോൾ കൂട്ടുകാരൻ ദുഷ്ടനാണെങ്കിൽ ആമേൻ നീ പരാജയപ്പെടും. ഹല്ലേലൂയ. നിന്റെ കുടുംബം പരാജയപ്പെടും, നിന്റെ തലമുറ പരാജയപ്പെടും. ആമേൻ. ദാനിയേൽ ആമേൻ അതെ നല്ലവനാണോ അല്ലയോ എന്ന് സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത് ഇങ്ങനെയാ. ആമേൻ. ദാനിയേലിന്റെ പ്രവാസ കാലത്ത് അവന് ലഭിക്കുന്ന ആഹാരം, അവൻ കുടിക്കുവാൻ ലഭിച്ച വീഞ്ഞ്, ഹല്ലേലൂയ, അവൻ വേണ്ട എന്ന് വെച്ച് ആമേൻ അവൻ സ്വയം ആമേൻ അതെ വിശുദ്ധനായി ജീവിക്കുവാൻ അത് തയ്യാറാകുന്നതിന്റെ പിന്നിലുണ്ടായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവന്റെ വല്യപ്പൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത് കൊണ്ട്
രണ്ട് കാലിൽ നിവർന്നു നിൽക്കുവാൻ അതെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ അവനോട് പറഞ്ഞത് അവൻ ലംഘിച്ചത് കൊണ്ട് അവന്റെ തലമുറയായ കൊച്ചുമകനായ ദാനിയേല് പ്രവാസത്തിൽ അടിമയായി കഴിയേണ്ടി വന്ന ചരിത്രം അവന് ദൈവവചനത്തിലൂടെ മനസ്സിലായി. അവൻ യിരെമ്യാവ് എഴുതിയ വചനം ദാനിയേല് വായിച്ചപ്പോൾ ഒരു കാര്യം അവന് പിടികിട്ടി. ഹല്ലേലൂയ. കൂടാതെ അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലോ അവൻ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ രാജാവായിരുന്നെങ്കിലും മരണകരമായ ഒരു രോഗം പിടിക്കപ്പെട്ടവനായി അവൻ കിടക്കുമ്പോ അവന്റെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ ശബ്ദമായി അതെ ആമോസിന്റെ മകനായ യെശയ്യാവ് കയറി ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യ ക്രമത്തിലാക്ക, അതെ നീ മരിച്ചു പോകും, നീ സൗഖ്യമാകത്തില്ല. ഹല്ലേലൂയ. ഈ ദൂത് കേട്ട അതെ ഹിസ്കിയാവ് അവന്റെ മുഖം ചുവരിനോട് തിരിച്ച് കരയാൻ തുടങ്ങി. അവൻ കരഞ്ഞ് അതെ സർവശക്തനായ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ യഹോവയാം ദൈവമേ, ഇന്നലകളിൽ ഞാൻ ന്യായമായി പ്രവർത്തിച്ചതും വിശ്വസ്തയോടെ അതെ നിന്റെ മുമ്പാകെ നടന്നതും നീ ഓർക്കണമേ. ഹല്ലേലൂയ. അവൻ ആ ഒറ്റ പ്രാർത്ഥനയിൽ അവന്റെ ആയുസ്സിനെ ദൈവം 15 സംവത്സരം ദീർഘമാക്കി കൊടുത്തു. ഇന്ന് രാത്രിയിലും അത് രോഗത്തിരക്കയിലായിരിക്കുന്ന ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയുടെയും നടുവിലായിരിക്കുന്ന ആരെങ്കിലും ദൈവവചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു സമർപ്പണത്തിൽ ഒരു തീരുമാനത്തിൽ നീ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തെ ശ്രദ്ധിച്ച് നിന്റെ മുമ്പിലുള്ള അതെ ആയുസ്സിനെ വെട്ടിച്ചുടുക്കുവാൻ നോക്കുന്ന പൈശാചിക പദ്ധതിക്കകത്ത് നിന്ന് സ്വർഗം നീക്കുപോക്ക് നൽകി ദൈവമിട്ട ആയുസ് സമാധാനത്തോടെ ജീവിച്ച് തീർക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നിന്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കണമേ, അങ്ങനെ ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കുവാൻ അവസരം കിട്ടിയ ഹിസ്കിയാവ് സന്ദർശിക്കുവാൻ വന്നവരുടെ കയ്യിലിരുന്ന സമ്മാനപ്പൊതി കണ്ട് ഹല്ലേലൂയ അവൻ പരിസരം മറന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദുഷ്ടന്മാരുടെ കൂടെ കൂടിക്കഴിഞ്ഞ പരിസരമൊക്കെ മറക്കുന്നേ. ഹല്ലേലൂയ. ആമേൻ. സ്ഥലകാല ബോധമൊക്കെ മറന്നു പോകുന്നേ. ഹല്ലേലൂയ. അങ്ങനെ ഹിസ്കിയാവ് മറന്നുപോയി. ആര്? ദൈവത്തെ, ദൈവത്തിന്റെ ആലോചനയെ, ദൈവത്തിന്റെ വചനത്തെ. ഹല്ലേലൂയ. അങ്ങനെ അവൻ മറന്ന് അവൻ ചെയ്യാൻ പാടില്ലാത്തതും കാണിക്കാൻ പാടില്ലാത്തതും ഒക്കെ കാണിച്ചത് കൊണ്ട് പറഞ്ഞു, ആമേൻ, നിന്റെ ഈ പ്രവൃത്തി നിമിത്തം നിന്റെ തലമുറ പിടിക്കപ്പെടും. ആമേൻ. ആലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ ഹല്ലേലൂയ പിടിക്കപ്പെടും. ആമേൻ. അപഹരിച്ചു കൊണ്ടുപോകും. ആമേൻ. ആ പിതാവ് രാജാവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കാലത്തൊന്നും സംഭവിക്കത്തില്ലല്ലോ, അത് തലമുറയുടെ കാലത്തല്ലേ. അങ്ങനെ ചിന്തിക്കുന്നവർ ഇന്ന് രാത്രിയിലുണ്ടെങ്കിൽ തിരുത്തിക്കോണം. ആമേൻ. തലമുറ പൂട്ടപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ആ ഹിസ്കിയ രാജാവിന്റെ കൊച്ചുമകനായി ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ച അത് ദാനിയേൽ തിരിച്ചറിഞ്ഞു. എന്റെ വല്യപ്പച്ചൻ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമാണ് ഇന്ന് ഞാൻ പേറി കഴിയുന്നത്. ഹല്ലേലൂയ. അതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഞാനൊരു തീരുമാനമെടുക്കണം. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ആമേൻ ജനിച്ചതും അതെ വളർന്നതും ആമേൻ കാൽവറിയിൽ യാഗമായി തീർന്നതും സ്നേഹിത നിന്റെ പാപത്തിൽ നിന്ന് നിന്റെ ശാപത്തിൽ നിന്ന് ആമേൻ നിനക്ക് മോക്ഷം നൽകുവാനാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, എന്റെ നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് നീ ഒരു തീരുമാനമെടുക്കണം. ആമേൻ. അത് കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. ഹല്ലേലൂയ. പാപിയായ എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഉള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നു. ആമേൻ. ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്തിരുന്ന് തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുത്ത വ്യക്തികളാണെങ്കിൽ സ്വോത്രം പറ. ഹല്ലേലൂയ. നിന്റെ അകത്ത് യേശു ജീവിക്കുന്നുണ്ട്. ആ തീരുമാനമെടുക്കുന്ന നിന്റെ അകത്തേക്ക് യേശു വരുവാൻ തക്കവണ്ണം ഇടയാകും. ഇതുപോലെ ദാനിയേൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, അത് യേശു നിന്റെ കൂടെ ഇരിക്കണമെങ്കിൽ അവൻ വിശുദ്ധനാണ്. നീ തീരുമാനമെടുക്കണം. അത് നീ വിശുദ്ധനായി ജീവിക്കണം. പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. പാടിയത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ സ്വോത്രകാഴ്ച കൊടുത്തത് കൊണ്ടോ ദശാംശം ഇല്ലല്ലോ, ഓഹരി കൊടുത്തത് കൊണ്ടോ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ലെന്ന്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഹല്ലേലൂയ
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ഭാഷയിൽ റോമാലേഖനം 12 1, 2, 3 വാക്യങ്ങൾ എടുത്ത് വായിക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകരുത്. അതെ, ഞാൻ മടങ്ങി വരട്ടെ. നീ ഭാഗ്യവാനാകണമെങ്കിൽ പരീക്ഷ സഹിക്കണം. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാ സഹിക്കുന്നത്? ഒന്ന്, ദുഷ്ടന്മാരുടെ കൂടെ നടക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവരുടെ കൂടെ നീ നടക്കാൻ തയ്യാറില്ല. നിനക്ക് പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. എന്താ പരീക്ഷ? ദുഷ്ടന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും നിന്നെ തെറ്റിക്കണം. ഹല്ലേലൂയ. നിന്നെ തകർക്കണം. ഹല്ലേലൂയ. ആദ്യം ആ പിതാവായ ആദാമിന്റെ ഹവ്വയുടെയും ജീവിതത്തെ തകർക്കുവാൻ പിശാച് ആമേൻ തന്ത്രം പ്രയോഗിച്ചത് ആമേൻ പരസ്യത്തിലൂടെയാണ്. ഹല്ലേലൂയ. എന്താ പരസ്യം? കാണാൻ ബ്യൂട്ടിയായ പഴം കാണിച്ച് പ്രലോഭിപ്പിച്ച് ആമേൻ അത് കൊടുത്ത് തീറ്റിപ്പിച്ച് ആമേൻ വാഴാനാക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകൾ. എന്നാൽ മൂത്ത മകൻ ഇളയവനെ ചതിച്ച് വയലിൽ വെച്ച് അത് കൊന്നുകളയുന്ന ചരിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പല ആവർത്തി നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്ന സന്ദേശത്തിന്റെ ആമുഖമായി ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമേൻ നീ ശപിക്കപ്പെട്ടവനായി ജീവിക്കുവാനല്ല ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കുവാനാ. ആമേൻ. കുടുംബം ഇമ്പമായി മാറുന്ന ഭവനം. അതെ, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകൂ. എങ്ങനെ? ഹല്ലേലൂയ. അതെ, ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയോ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലുമതൈകൾ പോലെയോ, അവർ ചെയ്യുന്നതൊക്കെയും ആമേൻ അത് സാധിക്കത്തക്ക വിധത്തിൽ, ദീർഘായുസോടെ ഇരിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ആമേൻ ദൈവജനത്തിന് അനുകൂലമായി ചലിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയോ, പാപികളുടെ വഴിയിൽ നിൽക്കാതെയോ, പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയോ. ഹല്ലേലൂയ. അപ്പൊ നടക്കാൻ പറ്റത്തില്ല, ആമേൻ നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ ഇരിക്കാനും പറ്റത്തില്ല. പിന്നെ എന്തോ ചെയ്യണം? ഓടിക്കോണം. ഹല്ലേലൂയ. ഒറ്റക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. ഇന്ന് രാത്രി ആമേൻ അതെ നടക്കാനും അതെ നിൽക്കാനും ഇരിക്കാനും സമയമില്ലെന്ന്. കാരണം നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ അതെ നീ നിൽക്കുന്നിടത്ത് പാപിയുണ്ട്. ആ പാപി നിന്നെ കൊണ്ട് പോകും. ഹല്ലേലൂയ. അതെ, നീ ആമേൻ നടക്കാൻ തയ്യാറായാൽ നീ നടക്കുന്നിടത്ത് ആരുണ്ട്? ദുഷ്ടനുണ്ട്. അവൻ ആലോചനയുമായി വന്ന് നിന്നെ തകർത്ത് കളയും. ഹല്ലേലൂയ. പിന്നെ ഇരിക്കരുത്. ആമേൻ ഇരിക്കുന്നിടത്ത് പരിഹാസി ഉണ്ടെങ്കിൽ ആമേൻ നീ അകപ്പെടും. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഓട്ടത്തിൽ നീ ധ്യാനിക്കേണ്ടത് രാവായാലും പകലായാലും യഹോവയുടെ വചനമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ യാക്കോബ് അപ്പോസ്തലനിലൂടെ കേട്ടത് പരീക്ഷ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ മനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞെഴുതിയത് ആരാ ഭാഗ്യവാൻ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, പിന്നെന്തോ ചെയ്യണം? ഓടണം. ഓട്ടത്തിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവര് അനേകര. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് വരും നിശ്ചയം. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദർശകനോട് പറഞ്ഞു, ഓടുന്നവർ വായിച്ച് ആമേൻ മനസ്സിലാക്കത്തക്ക വിധത്തിൽ തെളിവായി എഴുതുക. എന്തിനാ? സൈൻ ബോർഡ് കണ്ടിട്ടില്ലേ? ബസ്സിലായാലും ബൈക്കിലായാലും കാറിലായാലും ആമേൻ പോകുന്ന വഴിയിൽ 2 സൈഡിലും വലിയ കട്ടൗട്ട് സൈൻ ബോർഡ് വെക്കാറുണ്ട്. എന്തിനാ? പോകുന്നവർക്ക് കാണാൻ പരസ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്വർഗീയ പൗരത്വം പ്രാപിച്ച് നിത്യതയിലേക്ക് ഓടുന്ന സിയോൻ യാത്രക്കാരി, നീ ഓടുമ്പോൾ ഓടിക്കുന്ന ഓട്ടത്തിൽ വായിക്കുവാനുള്ള സത്യ വേദപുസ്തകം വായിക്കാൻ രാവോ പകലോ നീ മറന്നു പോകരുത്. വചനത്തിന്റെ പരിജ്ഞാനം നീ പ്രാപിച്ചില്ലെങ്കിൽ ദുഷ്ടൻ നിന്നെ കൊണ്ടുപോകും, പാപി നിന്നെ കൊണ്ടുപോകും, പരിഹാസി നിന്നെ കൊണ്ടുപോകും. ഇന്ന് രാത്രി യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാരാ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ.
ഇന്ന് രാത്രി ഹല്ലേലൂയ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാരാണെന്നും അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് അവൻ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നും സത്യവേദ പുസ്തകം വളരെ ശക്തമായി പറയുമ്പോൾ ഇന്ന് രാത്രി ആ ഭാഗ്യകരമായ ജീവിതം ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് വരെ ഈ ഭാഗ്യകരമായ ജീവിതത്തിനുടമയാകുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾക്ക് ആ ജീവിതത്തിനുടമയാകുവാൻ ഉലകത്തിൽ ആമേൻ പിതാവായ ദൈവം ഉയർത്തിയ നാമം യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ. ഈ നാമത്തിലൂടെ മാത്രമേ യഹോവയായ ദൈവത്തെ അതേ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് അതേ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ആ വെളിപ്പെട്ട് കിട്ടുന്ന യഹോവയുടെ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായിരിക്കണം. ഹല്ലേലൂയ. ആ നടപ്പിൽ നിഷ്കളങ്കരായിരിക്കുന്നവരാ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവന്റെ സാക്ഷികളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? അവനെ അന്വേഷിക്കണം. അങ്ങനെയാകുന്നവർ ആരാണ്? ഭാഗ്യവാന്മാരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അരികിൽ വന്നവരോട് ആമേൻ ഇങ്ങനെ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്ന് രാത്രി ദുഃഖിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മക്കളെ കുറിച്ചുള്ള ദുഃഖമാണോ? ഹല്ലേലൂയ. ഓ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ദുഃഖമാണോ? കടഭാരത്തെ കുറിച്ചുള്ള ദുഃഖമാണോ? അതോ നശിച്ചുകൊണ്ട് മരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദുഃഖമാണോ? ഹല്ലേലൂയ. അതേ നിന്റെ രോഗത്തെ കുറിച്ചുള്ള ദുഃഖമാണോ? ലോകത്ത് അതേ പകർന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളെ കുറിച്ച് ഓർത്തുള്ള ദുഃഖമാണോ? എന്താ നിന്റെ ദുഃഖം? ഹല്ലേലൂയ. വചനം പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. തനിക്ക് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാൻ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആരാ ദൈവത്തെ കാണുന്നത്? ദുഷ്ട ഹൃദയമുള്ളവരാണോ? അല്ല, ഹൃദയ ശുദ്ധിയുള്ളവരാ. എങ്ങനെയാ ഹൃദയം ശുദ്ധമാക്കുന്നത്? ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും സോപ്പ് വാങ്ങി കഴുകാൻ ഒക്കുമോ? ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഒരു ദൈവവൈദ്യന് മാത്രമേ ഹൃദയം ശുദ്ധമാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സത്യം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, അതേ കഠിന ഹൃദയത്തെ മാംസളമുള്ള ഹൃദയമാക്കുവാൻ കഴിയുന്നവർ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം അതേ നൽകിയ നാമമായ യേശുവാണ്. ഹല്ലേലൂയ. ആ യേശു പറഞ്ഞ വാക്കുകളാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീതി നിമിത്തം അല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നീ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? സമാധാനം ഉണ്ടാക്കുന്നവളാണോ? നിന്റെ ദേശത്ത് നിന്റെ രാജ്യത്ത് നീ കലക്കമുണ്ടാക്കുന്നവളാണോ? അങ്ങനെയാണെങ്കിൽ, കലക്കമുണ്ടാക്കുന്നവനാണെങ്കിൽ നീ പിശാചിന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. അതേ പിശാച് കലക്കമുണ്ടാക്കും, അവൻ തകർക്കും, അവൻ നശിപ്പിക്കും. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലടിപ്പിച്ച് അവരെ വിഘടിപ്പിച്ച് അതേ മക്കളെ പെരുവഴിയിലാക്കി തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചുക്കൾ കൊടികൊത്തി വാഴുന്ന ഈ ലോകത്ത് അനേക കുടുംബങ്ങൾ കണ്ണുനീരിലും ദുഃഖത്തിലുമാകുമ്പോൾ ഇന്ന് രാത്രി അതേ സമാധാനത്തോടെ സന്തോഷത്തോടെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാൻ തക്കവണ്ണം മനുഷ്യനെ അതേ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി ആര് വിശ്വസിക്കുന്നുവോ അവരുടെ കുടുംബത്തെ തകർക്കുവാൻ വാദിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് സമാധാനത്തോടെ ജീവിക്കുവാൻ ആ കുടുംബത്തെ കൈമുടിച്ചുയർത്തുന്ന ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോ അവന്റെ അരികിൽ വന്നവരോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. എന്താ നീതി?
പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഹല്ലേലൂയ നീതിമാനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഹല്ലേലൂയ ആമേൻ. യേശുവിനെ അറിഞ്ഞ് ആമേൻ യേശു കാണിച്ച മാതൃകയിൽ ഹല്ലേലൂയ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ജീവിക്കുന്നതാ നീതി. ഹല്ലേലൂയ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതാ നീതി. ഹല്ലേലൂയ അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഉപദ്രവിക്കപ്പെടുന്നുവെങ്കിൽ ആമേൻ കർത്താവ് പറയുകയാണ് ഭാഗ്യവാനാണ്. ഹല്ലേലൂയ ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, കൂടപ്പറപ്പേ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ വചനം പറയുന്നു നീ ഭാഗ്യവാനാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാ. ഹല്ലേലൂയ ഒന്ന് കരമടിച്ചൊന്ന് സന്തോഷിക്കുക. ഇന്ന് പകലിലും നിന്നെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ സ്വർഗം നിന്നോട് പറയുന്നു നീ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അടുത്തത് ആമേൻ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പി. ഇന്ന് രാത്രി കരയാനല്ല പറയുന്നത്, സന്തോഷിക്കുക. എണ്ണി എണ്ണി പെറുക്കി കരയരുത്. അയ്യോ അവൾ അത് പറഞ്ഞു, അവൻ ഇത് പറഞ്ഞു, മകൾ അത് പറഞ്ഞു, ആമേൻ അവര് നോ. ഇന്ന് രാത്രി എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത ദാനങ്ങളാ നടത്തിയ കർത്താവിന്റെ നാമത്തിൽ ഇരുന്ന് സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാ, കാരണം സ്വർഗരാജ്യം അവർക്കാണുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാ, കാരണം അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്ന് രാത്രി നിനക്ക് ദുഃഖമുണ്ടോ? അതേ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരാ, കരുണയുള്ളവർ ഭാഗ്യവാന്മാരാ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാ. ആമേൻ ആമേൻ. അതെ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ ആമേൻ. അങ്ങനെ ആയിരിക്കുന്നവരോട് പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശു കൂടെയുള്ള വാസം, ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം, സന്താപമേറും ലോകം ഞാനാകി സന്ദേഹം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവിനോട് കൂടെയുള്ള വാസം വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഹല്ലേലൂയ. ഇന്നും വിശ്വാസികളുടെ അതേ ദൈവജനത്തിന്റെ നന്മയ്ക്കായി അതെ പരീക്ഷണങ്ങൾ ഹല്ലേലൂയ അതിശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അതിനുശേഷം ഹല്ലേലൂയ ആമേൻ അത് സന്തോഷമെന്ന് എണ്ണുവിൻ. ഹല്ലേലൂയ ആമേൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ ആമേൻ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് എന്ത് ചെയ്യണം? തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കരുത്, അസ്ഥിരനാകരുത്, ഇരുമനസ്സുള്ളവനാകരുത്. ആമേൻ. ഇരുമനസ്സുള്ളവൻ വഴിയിൽ അസ്ഥിരനാണെന്നാണ്. അല്ലെങ്കിൽ രണ്ട് തോണി കാല് വെച്ചാൽ തോണി അകന്നു പോകും. എന്തോ സംഭവിക്കും? ആമേൻ. അതെ, ആ തോണി അകലുന്നതിനനുസരിച്ച് ആമേൻ ആ വ്യക്തി വെള്ളത്തിലേക്ക് വീഴും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ആമേൻ നീ സ്ഥിരതയുള്ളവനായി മാറി, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാറണം. ഹല്ലേലൂയ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ആമേൻ
അവൻ ഈ ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പരീക്ഷ നിമിത്തം ഹല്ലേലൂയ അല്പം ആമേൻ കാലത്തേക്ക് ചില കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യജനം ഞങ്ങൾക്ക് കിട്ടുവാൻ തക്കവണ്ണം അത് ഹേതുവാകുക. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതു. ആമേൻ. ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ പ്രതികൂലങ്ങളുള്ള ഈ ലോകത്ത് ആമേൻ ദുഷ്ടന്മാരിൽ നിന്നും മാറി പാപികളിൽ നിന്ന് വേറിട്ട് പരിഹാസികളുടെ കൂടെ കൂടാതെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ വായിച്ച് ആ പരിജ്ഞാനം പ്രാപിച്ച് ജീവിക്കുവാൻ തയ്യാറായപ്പോ ഇവിടെ ചില ഉപദ്രവങ്ങളും ചില കുറ്റാരോപണങ്ങളും ആമേൻ ചില ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടായപ്പോ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവർ അയച്ച ആത്മാവിന്റെ ശക്തിയാൽ ഇന്നും നിൽക്കുവാൻ അതെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റിയ ദൈവത്തിന്റെ അവിശ്വസ്തത അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതും. ആമേൻ. അതെ ആമേൻ. പൊരുതനം കേട്ടോ. അതെ നല്ല രീതിയിൽ പൊരുതണം. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആമേൻ. ഓട്ടത്തിൽ വിശ്വാസം പോകാൻ ദുഷ്ടന്മാരുടെ കൂടെ കൂടിയില്ലെന്ന്, പാപികളുടെ കൂടെ കൂടിയില്ലെന്ന്, പരിഹാസികളുടെ കൂടെ കൂടിയില്ലെന്ന്. കുഞ്ഞേ, സഹോദര സഹോദരി, കൂടപ്പറപ്പേ, നിന്റെ ഈ ലോക ജീവിത യാത്രയിൽ ഹല്ലേലൂയ നീ ക്ഷണിച്ചില്ലെങ്കിലോ ആമേൻ നിന്നെ തകർക്കാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാച് ആമേൻ നിന്നെ തകർക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഒരു വാണിംഗ് ആമേൻ അത് ഞാൻ ഓർപ്പിക്കുകയാണ്. നീ തകർന്നു പോകുവാൻ സാധ്യതയുള്ള ലോകത്ത് ദൈവവചനത്തിന്റെ തനിമ നഷ്ടപ്പെടാതെ അത് വായിച്ച് ഗ്രഹിച്ച് ആ പരിജ്ഞാനം പ്രാപിച്ച് ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ നീയും നിന്റെ തലമുറകളും തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിത്യത നിനക്ക് നഷ്ടമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല പോർ പൊരുതം, ഓട്ടം തികച്ച്. കണ്ടോ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഓട്ടത്തിലാണ്. ഓട്ടം തികച്ച് വിശ്വാസം എന്ത് ചെയ്തു? കാത്തു. ആമേൻ. അത് വിശ്വാസം കാക്കണം കേട്ടോ. ആമേൻ. ഇനി അങ്ങനെ എനിക്ക് കിരീടം എനിക്കായി എന്ത് ചെയ്തിരിക്കുക? വെച്ചിരിക്കുക. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്. നോക്കണമേ, നമ്മുടെ കർത്താവ് നീതിമാന, അവൻ നീതിയുള്ള ന്യായാധിപതിയാ. ആമേൻ. കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും നൽകുന്ന ആ കിരീടം പ്രാപിക്കുവാൻ, നല്ല പോർ പൊരുതുവാൻ, ഓട്ടം തികയ്ക്കുവാൻ, വിശ്വാസം കാക്കുവാൻ തക്കവണ്ണം സ്വയം സമർപ്പിക്കപ്പെടുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അംഗം പൊരുന്നവൻ ഒക്കെയും ഹല്ലേലൂയ. അതെ, അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. ഹല്ലേലൂയ. അതെ, അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയുള്ള കിരീടമാ പ്രാപിക്കേണ്ടത്? വാടാത്ത കിരീടം. ആമേൻ. ഇവിടെ പലരും കിരീടങ്ങളും ട്രോഫികളും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ എന്തോ ഇവിടം കൊണ്ട് തീരുന്നതാ. എന്നാൽ നിത്യതയിൽ നീ ചെല്ലുമ്പോൾ വാടാത്ത കിരീടം നിനക്ക് ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നീ എന്ത് ചെയ്യണം? വർജിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാണ് കർത്താവിൽ നിലനിൽക്കേണ്ടത്? എങ്ങനെയാണ് ആ വാടാത്ത കിരീടം പ്രാപിപ്പാൻ ഇടയാകേണ്ടത്? ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ ഹല്ലേലൂയ എങ്ങനെ ആമേൻ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ വർജിക്കേണ്ടതിനെ വർജിച്ച് ആമേൻ ദുഷ്ടന്റെ കൂടെ കൂടരുതേ, പാപിയുടെ കൂടെ കൂടരുതേ, പരിഹാസികളുടെ കൂടെ കൂടരുതേ, സമയം നഷ്ടപ്പെടും. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരുന്നു.
നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ആമേൻ. സെൽഫിഷ. ഇന്ന് രാത്രി അപ്പന് വേണ്ടത് അപ്പൻ പിടിച്ചോടോ, അമ്മയ്ക്ക് വേണ്ടത് അമ്മ പിടിച്ചോടോ, മക്കൾക്ക് വേണ്ടത് മക്കള് പിടിച്ചോടോ, ഭാര്യയ്ക്ക് വേണ്ടത് ഭാര്യ പിടിച്ചോടോ, ഭർത്താവിന് വേണ്ടത് ഭർത്താവ് പിടിച്ചോടോ. ഹല്ലേലൂയ. ആമേൻ. കർമ്മടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം അത് ഈ ലൈവിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ശ്രോതാവേ, നിനക്ക് വേണ്ടത് നീ ഭക്ഷിച്ചോടാം, നിനക്ക് വേണ്ടുന്നത് നീ പെറുക്കിയെടുത്തോടാം, നിനക്ക് വേണ്ടുന്നത് നീ ആവശ്യത്തിന് എടുത്ത് ആമേൻ അതെ ഭക്ഷിച്ച് അത് ബലം പ്രാപിച്ചോടാം. ഹല്ലേലൂയ. 24 മൂപ്പന്മാര് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും ആമേൻ, ആൽഫയും ഒമേഗയും, ഇരുന്നവനും ഇരിക്കുന്നവനും, ഹല്ലേലൂയ, വരുന്നവനുമായവൻ, ഹല്ലേലൂയ, അതെ കർത്താവായ യേശു, ഹല്ലേലൂയ, മടങ്ങി വരുവാൻ സമയം ആഗതമായെന്നുള്ള സന്ദേശം ആമേൻ കേട്ടു തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നാൽ അതിനു മുമ്പ്, അവൻ വരുന്നതിന് മുമ്പ് ലോകം മുഴുവൻ ഈ സത്യവചനം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. ഏത് മുക്കിലും ഏത് മൂലയിലും ഈ സന്ദേശം എത്തത്തക്ക വിധത്തിൽ ക്രമീകരണങ്ങൾ ഇന്ന് ലോകത്തിൽ അത് ലഭ്യമായി. കാരണം ഇന്ന് കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പഠനം നടക്കണമെങ്കിൽ എത്ര കാശില്ലാത്തവനായാലും അവന്റെ ഒരു ടിവിയോ ഒരു മൊബൈലോ ഒരു ആമേൻ അതെ ലാപ്ടോപ്പോ ആമേൻ ആവശ്യമായി വന്നിരിക്കുകയാണ്. ആമേൻ. വിദ്യാർത്ഥികളുള്ള വീട്ടിൽ, ഹല്ലേലൂയ, സ്വന്തമായി ഇല്ലാത്തവർ ആമേൻ ആമേൻ 3-4 പേർ ഒരുമിച്ച് കൂടുന്ന ആമേൻ പാഠശാലകളിൽ, ക്ലബ്ബുകളിൽ, അംഗൻവാടികളിൽ എത്തി പഠിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ആമേൻ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു. പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പല ക്ലബ്ബുകളും ആമേൻ അതെ അർഹരായവരെ കണ്ടെത്തി അവർക്ക് അത് നൽകിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ആ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ ദൈവത്തിന്റെ വചനം അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ആധികാരികമായി ദൈവം തെരഞ്ഞെടുത്താക്കി വെച്ച അഭിഷക്തന്മാർ ആമേൻ അതെ പ്രതിഫലം ഇച്ഛിക്കാതെ സത്യസന്ധമായി അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമായതുകൊണ്ട് അത് അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാ, അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും നാളായി വെളിപ്പെട്ട് കിട്ടാത്ത, നിന്റെ പൂർവികർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നീ ഇരിക്കുന്നിടത്തിരുന്ന് പ്രാപിക്കാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ദുഷ്ടപിശാച് അത് ദുഷ്ടന്മാര് പാവി പരിഹാസി അവൻ ഇരുന്ന് പരിഹസിക്കുന്നിടത്ത് നീ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് ഇത് ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ നീ പൂട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നെ പുറത്തെടുക്കുവാൻ ഉലകത്തിൽ ഒരുവനെ ശക്തിയുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. ഇരുട്ട് പോലും അവന് മറവായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, നീ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. 10 ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ആമേൻ. ആമേൻ. ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ ഉപദ്രവമുള്ള ലോകത്ത് ഒരു ദൈവ പൈതൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. മരണം വരെ ഈ ഭൂമിയിൽ ഈ ജഡത്തിലായിരിക്കുമ്പോൾ ആമേൻ വിശ്വസ്തരായിരിക്കണം. ആരോടുള്ള ബന്ധത്തിൽ? ദൈവത്തോടുള്ള ബന്ധത്തിൽ. നമ്പർ 1, ദുഷ്ടന്മാരുടെ കൂടെ കൂടരുത്, പാപിയുടെ കൂടെ കൂടരുത്, പരിഹാസികളുടെ കൂടെ കൂടരുത്. പിന്നെയോ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. ആമേൻ. ഭർത്താക്കന്മാർ ആമേൻ അതെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. മക്കൾ അമ്മയപ്പന്മാർക്ക് ആമേൻ കർത്താവിൽ എന്ന പോലെ കീഴടങ്ങി അനുസരണത്തോടെ അവരെ ബഹുമാനിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആമേൻ മൂത്തവൻ ഇളയവൻ ആമേൻ അതെ എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ. അതെ സമൂഹത്തിൽ നാം എങ്ങനെ ഇത്യാദി വിഷയങ്ങളെ മനുഷ്യന് വളരെ വ്യക്തമായി ആമേൻ അവനവന്റെ ഭാഷയിൽ മനസ്സിലാക്കുവാൻ ആത്മാവിനാൽ എഴുതപ്പെട്ട സത്യവേദ പുസ്തകം സ്നേഹിത ഇത് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല.
ഉലകത്തിൽ രണ്ട് കാലിൽ നിൽക്കത്തക്ക വിധത്തിൽ പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യന് വേണ്ടിയുമുള്ളതാ ഇന്ന് രാത്രി. ആ സത്യം നിഷേധിക്കുന്നവർ നിഷേധിച്ചിട്ടോ, എന്നാൽ അത് സത്യമായതുകൊണ്ട് അതിന്റെ ശക്തി ഉലകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. നീ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവ കിരീടം നിനക്ക് തരും. ആമേൻ. ഈ കിരീടം അവൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആമേൻ അവിശ്വസ്തരാകരുത്. അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായി തന്നെ തുടരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ പരീക്ഷണങ്ങളെ വിശ്വസ്തയോടെ ആമേൻ സ്നേഹിക്കുന്നവർക്ക്, ഹല്ലേലൂയ, പരീക്ഷണങ്ങളെ വിശ്വസ്തയോടെ സഹിക്കുന്നവർക്ക് ആമേൻ അവിടെയും വാഗ്ദാനം എന്ത് ചെയ്യാണ്, ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 6-ാം വാക്യത്തിൽ അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ എന്ത് ചെയ്യാൻ പറയുന്നു, സന്തോഷിക്കാൻ പറയുന്നു. ഇന്ന് ലോകത്തിലുള്ള ആമേൻ ഭൂരിഭാഗം ആളുകളും സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അനീതിയിലാണ്. ആമേൻ. എങ്ങനെ അനീതിയില്? ആമേൻ ന്യായമായി ആമേൻ ദൈവം തന്നിരിക്കുന്ന കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്. ആമേൻ. അവിടെ സന്തോഷിക്കാതെ ആമേൻ അന്യായമായി പോയി എന്ത് ചെയ്യണം? ആമേൻ. ദുഷ്ടന്മാരുടെ കാര്യം പറയുന്നത് കേട്ടോ. ഇന്ന് രാത്രി നീതിമാന്മാരായി ജീവിക്കാൻ കൃപ ലഭിച്ചവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താക്കാം. ആമേൻ. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ആമേൻ. ഈ സ്ഥിരോത്സാഹമാണ് അവരുടെ സ്നേഹത്തിന്റെ തെളിവ്. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു പ്രകടിപ്പിച്ച സ്നേഹത്തെക്കാൾ വലിയ ആമേൻ സ്നേഹം വേറെ ഇല്ല. ആമേൻ. സ്നേഹം അതെ മരണം പോലെ ശക്തമാണ്. ഹല്ലേലൂയ. ആമേൻ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ ഉത്തമ ഗീതം ആമേൻ അത് 8-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നെ ഒരു മുദ്ര മോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്ര മോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നി വൃത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജലനം അഗ്നി ജലനവും ഒരു ദിവ്യ ജാലയും തന്നെ. ഹല്ലേലൂയ. നോക്കുക, അവിടെ ഒരു മുദ്ര മോതിരവുമായി. ഹല്ലേലൂയ. എന്താണ് മുദ്ര? മുദ്ര എന്താ? ഇന്ന് വിവിധ നിലകളിലുള്ള വിവാഹം ഈ ഭൂമിയിൽ നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വിവാഹം എന്നുള്ളത് കേട്ടോ, പക്ഷെ അത് വിവിധ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ഇവിടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ചിലര് മോതിരം ആമേൻ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എൻഗേജ്മെന്റ് സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? മാറാറുണ്ട്. ആ മോതിരത്തിൽ ആമേൻ വധുവരന്മാരുടെ പേരെഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്? മാറാറുണ്ട്. മുദ്ര. മുദ്ര പേപ്പർ എന്ന് കേട്ടിട്ടില്ലേ? ആമേൻ. അതെ, മുദ്ര വെക്കാറുണ്ടെന്ന് കേൾക്കാറില്ലേ? ഹല്ലേലൂയ. ഇവിടെ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഒരു മുദ്ര മോതിരത്തെ കുറിച്ച് കാണുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവന്റെ പേര് കൊത്തിവെച്ചിരിക്കുന്ന ഒരു രത്നത്തെ ആമേൻ ഒരു പക്ഷേ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. ഹല്ലേലൂയ. എന്താണ് മുദ്ര? ആമേൻ. അതെ, പുറപ്പാട് പുസ്തകം. പുറപ്പാടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്, യാത്ര. ഹല്ലേലൂയ. അടിമത്തത്തിൽ നിന്ന് ഒരു യാത്ര. ഇന്ന് രാത്രി അടിമത്തത്തിൽ കിടക്കുന്ന നിനക്കൊരു യാത്രയുണ്ട്, ഒരു ഉയർപ്പുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഈ അടിമത്തത്തിനകത്ത് നിന്ന് നിന്നെ പുറപ്പെടുവിക്കുവാൻ ഉലകത്തിൽ ഒരുവനെ അധികാരമുള്ളൂ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും അത് ചവിട്ടുവാൻ അധികാരമുള്ള യേശു. ഹല്ലേലൂയ. അവനെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പുറപ്പെടുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച വിശ്വസ്തനെന്നെണ്ണി ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ, ഈ അധികാരമുള്ളവർ, ഹല്ലേലൂയ, ലോകത്തിന്റെ അറ്റത്തോളം പോയി ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ് കവർന്നെടുത്ത് നീ
നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആമേൻ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ ദുഷ്ടന്മാരുടെ കൂടെ കൂടി സമയം കളയാതെ, പാപികളുടെ കൂടെ കൂടി സമയം കളയാതെ, പരിഹാസികളുടെ കൂടെ കൂടി സമയം കളയാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് ലോകത്തിന്റെ അറ്റത്തോളം ഈ പ്രേക്ഷിത പ്രവർത്തനം ശക്തിയോടെ ചെയ്യുവാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ഉയരത്തിലെ കൃപ ആമേൻ ഇന്നും പകരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അതുകൂടാതെ 2 ഗോമേദക കല്ല് എടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. ഹല്ലേലൂയ. അപ്പൊ പേര് കൊത്തി തുടങ്ങിയത് എവിടെയാണെന്ന് ബൈബിളിൽ കണ്ടതുകൊണ്ട് നാളെ ആമേൻ തെറ്റിദ്ധരിക്കരുത്. ആമേൻ ഈ ദൈവദാസൻ ഇങ്ങനെ പേര് കൊത്തിക്കോളാനൊക്കെ നോ, സോറി, വായിക്കണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്തുപോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ എന്ത് ചെയ്യണം? കൊത്തണം. അവ പൊന്തടങ്ങളിൽ പതിക്കണം. കല്ല് 2 ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിൽ മേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ 2 ചുമലിന്മേലും വഹിക്കണം. ഹല്ലേലൂയ. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിന്റെയും പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഇത് വിശദീകരിക്കുവാൻ സമയം പോരാ. പഴയ നിയമ പുരോഹിതന്മാർ അവരിടുന്ന വസ്ത്രത്തിന്റെ ഒക്കെ ആമേൻ പതിച്ചിരുന്ന ആമേൻ അതേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ന്റെ 16 ആമേൻ അതേ പറയുന്നു, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ ദൈവ മുദ്ര എന്നുള്ള ആ വിഷയത്തിൽ ആമേൻ എന്താണ് ഈ മുദ്ര മോതിരം അല്ലെങ്കിൽ മുദ്രയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് സത്യവേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ന്റെ 16 നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ എന്ത് ചെയ്യാണ്? വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതൊരു മുദ്ര. ഹല്ലേലൂയ. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടയാൾ, ഹല്ലേലൂയ, ഒരു മുദ്രയായി അതെ സ്നേഹിക്കുന്നവന്റെ വാത്സല്യത്തിൽ ശാശ്വതമായി മതിപ്പുളവാകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് എന്ത്? മുദ്ര. ഹല്ലേലൂയ. ആമേൻ. അതെ, മനുഷ്യന്റെ ശത്രുവായ മരണം വളരെ ശക്തവും ഇരകളെ വേഗത്തിൽ പിടിക്കുന്നതുമാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഏറ്റവും വലിയ ആമേൻ സുഹൃത്തായ ദൈവസ്നേഹം, ഹല്ലേലൂയ, ആമേൻ, അതിശക്തമല്ലാതാക്കാൻ ആമേൻ ദുഷ്ടപിശാച് ആമേൻ അതെ മരണവാറണ്ടുമായി. പാപത്തിന്റെ ശമ്പളം എന്താ? മരണമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ പാപം ഉണ്ടാകുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ എന്ത് ചെയ്യുന്നു? പ്രസവിക്കുന്നു. പാപത്തിന്റെ ശമ്പളം എന്താ? മരണം. സ്നേഹിത, മോഹത്തെ കളഞ്ഞേര്. മോഹം കൊണ്ട് നടന്നാൽ നീ പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. പാപം ചെയ്താൽ നീ മരിക്കും. അപ്പോൾ ഒരു ദൈവ സ്നേഹത്തിൽ ജീവിക്കുന്ന, ദൈവ സ്നേഹം അനുഭവിക്കുവാൻ കൊതിക്കുന്ന ഒരു ആമേൻ വ്യക്തിയെ ആമേൻ ശാപത്തിലേക്ക്, പാപത്തിലേക്ക് തള്ളിയിടുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചുള്ള ലോകത്ത് ദൈവ പരിജ്ഞാനത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ആമേൻ. അതെ, റോമാലേഖനം 8-ാം അധ്യായം 38-39 വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, മരണത്തിനോ
ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഇന്ന് രാത്രി ആ ഉറപ്പ് സ്ഥാപിക്കുന്നവർ, ആ പരിജ്ഞാനം സ്ഥാപിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇത് പ്രസംഗകന് പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ളതല്ല. ആമേൻ. ഇത് പ്രസംഗകന് പ്രസംഗിച്ച് ആമേൻ അതേ വലിയ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടാക്കാനുള്ളതല്ല. പിന്നെയോ ഇത് പ്രസംഗിക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടണം, രോഗികൾ സൗഖ്യമാകണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, ഈ പരിജ്ഞാനം പ്രാപിച്ച് അവർ നിത്യതയിലേക്ക് എത്തണം. ആമേൻ. എങ്കിൽ മാത്രമേ വാടാത്ത നീതിയുടെ കിരീടം അതേ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അസൂയ, ആമേൻ. എന്താണ് അസൂയ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ, അസൂയക്ക് മറ്റൊരു പേരെന്താ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അസൂയ കുശുമ്പ് അല്ലേ? എന്റെ ഭാര്യ പറയാ പിന്നായ്മ. ഹല്ലേലൂയ. അതെ, ധൈര്യം അല്ലെങ്കിൽ തീക്ഷ്ണത. അസൂയക്ക് നേരെ ഓപ്പോസിറ്റ് എന്താ? ധൈര്യം അല്ലെങ്കിൽ തീക്ഷ്ണത. ആമേൻ. പുറപ്പാട് 20:5 അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ തീക്ഷ്ണതയുള്ള ദൈവം. ഹല്ലേലൂയ. അതെ പറയുകയാണ്, ആമേൻ, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് ആമേൻ പകയ്ക്കുന്നത്? അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഏതിനെ? 34:14 ഇങ്ങനെ കാണുന്നു. ആമേൻ. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു. അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. ഹല്ലേലൂയ. സ്നേഹം എത്ര വലുതാണോ അത്രയും അധികം അസൂയ. ആമേൻ. എന്താണ്? പ്രിയപ്പെട്ടവരെ പിന്തിരിപ്പിക്കുവാൻ. ഹല്ലേലൂയ. പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് നേരെ ഓപ്പോസിറ്റായ നരകത്തിലേക്ക് നിന്നെ തള്ളിയിടുവാൻ പിശാച് അസൂയയോട് കൂടെ ഹല്ലേലൂയ നിത്യജീവന് അവകാശമാക്കുവാൻ പൗരത്വം അതെ ലഭിച്ചിരിക്കുന്ന ദൈവമൈതലേ, ആമേൻ, നിന്റെ നടത്തവും നിന്റെ ആവേശവും നിന്റെ ഉത്സാഹവും നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയൊക്കെ കണ്ടിട്ട് അസൂയയോടെ നിന്നെ ഏതുവിധേന തള്ളി ആ ശവക്കുഴിക്കകത്ത് ആമേൻ അത് തകർക്കാനായി ആമേൻ ഊടാടി സഞ്ചരിക്കുന്ന ദുഷ്ടപിശാചുള്ള ലോകത്ത് ഹല്ലേലൂയ. ഉൽപ്പത്തി 37:35 നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ ആശ്വാസം പ്രാപിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം വിശ്വസിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിനോടുള്ള മനുഷ്യന് സ്നേഹത്തെ ആമേൻ തകർക്കാൻ ദുഷ്ടപിശാച് ആമേൻ അതെ അവന്റേതാകുന്ന തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തതല്ല. ഹല്ലേലൂയ. ആമേൻ. എന്തിനു വേണ്ടിയാണ്? നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തി ഇന്നും എന്ത് ചെയ്തിട്ടില്ല? അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നും വിശ്വസിക്കുന്നവര് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ സ്വർഗം പകരുന്ന ആത്മാവിനെ ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന നിന്റെ മേൽ പകർന്ന് ജയത്തോടെ ഭൂമിയിൽ ജീവിച്ച് നിത്യതയിൽ എത്തുന്നത് വരെ നിന്നോട് കൂടെ ഇരിക്കുവാൻ യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും മതിയായവനാണ്. ഹല്ലേലൂയ. തന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവർക്ക് അവൻ ഇപ്പോഴും പ്രതിഫലം നൽകുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ?
യേശു ക്രിസ്തുവിനെ കർത്താവും അതെ വ്യക്തിഗത രക്ഷകനുമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ സമയം അത് ചെയ്യുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അതാണ് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചന. ഹല്ലേലൂയ. ആമേൻ. പ്രാരംഭ തിരുവഴുത്തിൽ ആമേൻ വായിച്ചു കേട്ടതുപോലെ പരീക്ഷ സഹിക്കുകയും ജയിക്കുകയും ചെയ്യുക എന്നതാണ് ഹല്ലേലൂയ രണ്ടാമത്തെ ദൂത്. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, പരീക്ഷകൾ ആമേൻ അതെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ അതെ പരീക്ഷയുടെ അപ്പുറം നിങ്ങൾക്ക് ഒരു നന്മ കടന്നു വരുവാൻ ഇടയായിത്തീരും. ഒരു ഉയർച്ച കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പരീക്ഷ നന്നായി എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച ഉറപ്പാണ്, ജയം ഉറപ്പാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ആ പരീക്ഷയെ നേരിടുവാൻ, മറികടക്കുവാൻ ഹല്ലേലൂയ ആമേൻ നല്ല മനസ്സുള്ളവരായിരിക്കണം, നല്ല ഹൃദയമുള്ളവരായിരിക്കണം, നല്ല ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ 40 ദിവസം രാവും പകലും ഉപവസിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ദിവസങ്ങളിൽ പിശാച് അവനെ പരീക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി. മത്തായി സുവിശേഷം 4-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ എന്ത് ചെയ്തു? വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് പകലിലും രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, സ്നാനപ്പെട്ട ദൈവവൈതലെ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി തീവ്രമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നതുപോലെ ഇന്ന് രാത്രിയിലും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ ജീവിത പങ്കാളിയോട് പരീക്ഷകൻ അടുത്തു വരും നിന്നെ പരാജയപ്പെടുത്തുവാൻ. അതിന് ആ പരീക്ഷകനോട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെയും പിശാച് അവനെ വിട്ടില്ല, അവനെ കൂട്ടിക്കൊണ്ടുപോയി. ആരെയാ കൂട്ടിക്കൊണ്ടുപോകുന്നത്? തികച്ചും ആത്മീയനായി ജീവിക്കുവാൻ ദൈവത്താൽ അയക്ക അപ്പോസ്തലിക ശുശ്രൂഷ ആമേൻ ഒന്നുപോലും കുറയാതെ ഏൽപ്പിച്ചത് മുഴുവൻ ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട് അതേ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനാ ദൈവത്താൽ ഉയർത്തപ്പെട്ട യേശു കർത്താവിനെ കുറിച്ച സത്യവേദപുസ്തകം വളരെ വ്യക്തമായി നമുക്ക് അതേ നൽകി തരുന്ന അറിവ് എന്താണ്? ഈ പരിജ്ഞാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവവൈതലെ എനിക്കും നിങ്ങൾക്കും പരാജയപ്പെടാതെ ഇവിടെ ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയത്തുള്ളൂ. പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വേണോ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. യേശു ആ പരീക്ഷകനെ, ആ പിശാചിനെ നേരിട്ടത് എങ്ങനെയാ? ആമേൻ. കായിക ബലം കൊണ്ടല്ല, ആമേൻ. ബാങ്കിലിരിക്കുന്ന പൈസ എടുത്തെറിഞ്ഞിട്ടല്ല, നാട്ടുകാരെ കൂട്ടുകാരെ വിളിച്ചിട്ടല്ല, ലോകത്തിൽ ഉന്നതന്മാരെ നേതാക്കന്മാരെ കൂട്ടുപിടിച്ചിട്ടല്ല, പിന്നെയോ വചനം കൊണ്ട് ആമേൻ ആ പിശാചിനെ വ്യക്തി പരാജയപ്പെടുത്തുവാനുള്ള ഉയരത്തിലെ അഭിഷേകവും ഉയരത്തിലെ പരിജ്ഞാനവും ഉപയോഗിച്ച് ആമേൻ തന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. വളരെ ഫാസ്റ്റായി ലോകത്ത് ഇന്ന് ആമേൻ അതെ പ്രേരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ. ഒന്ന് വന്നാ മതി ഇതെല്ലാം കിട്ടും. ഹല്ലേലൂയ. ഒന്ന് നിന്നാ മതി ഇതെല്ലാം കിട്ടും. ഹല്ലേലൂയ. നോക്കണമേ, പരസ്യവും ആമേൻ അതെ ഒന്നുമില്ലാതെ കണ്ട് ആമേൻ വ്യക്തി ജീവിതങ്ങളെ തന്ത്രപൂർവം ആമേൻ തകർക്കാനായി കനിഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് ആത്മാവിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ആ ഏദനിൽ ആയിരുന്ന ആ ആദാമിനെ ഹവ്വയും വാഴുവാൻ രാജാക്കന്മാരെ പോലെ ജീവിക്കുവാൻ ആക്കി വെച്ചവരെ വീഴ്ത്തിക്കടന്ന ദുഷ്ടപിശാച് രാജാക്കന്മാരുടെ രാജാവായി പിറന്നവനെ, അത്ഭുത മന്ത്രിയും യുദ്ധവീരനും സമാധാന പ്രഭുവായവനെ, രാജാക്കന്മാരുടെ അധിപതിയായവനെ വീഴ്ത്തിക്കളയുവാൻ വചനവുമായി കയറി വന്നു. ഹല്ലേലൂയ. എങ്ങനെ? വചനത്തിന്റെ അറ്റവും മുറിയായിട്ട് വന്നു. എന്നാൽ വചനമായവൻ ജഡമായി കൃപയായി
സത്യമായി നിറഞ്ഞവൻ ആ വചന പരിജ്ഞാനം കൊണ്ട് വെട്ടി പിശാചിനെ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. ദൂതന്മാർ അടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നെ പരീക്ഷിച്ച് നിന്നെ തകർക്കാൻ നോക്കുന്ന ദുഷ്ട പിശാചിനെ വിട്ടുകൊടുക്കാതെ അത് നീ കേട്ട വചന പ്രകാരം ആ പരിജ്ഞാനം പ്രാപിച്ച് ജീവിക്കുവാൻ തയ്യാറായ നിന്നെയും നിന്റെ തലമുറകളെയും നിന്റെ കൂടപ്പറപ്പിനെയും തകർക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ നന്മയെ, ആമേൻ, നിന്റെ പണത്തെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ ബിസിനസിനെ, നിന്റെ ഭാവിയെ, നിന്റെ ഉയർച്ചയെ തകർക്കുവാൻ വാദിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ വെട്ടിവീഴ്ത്തുവാൻ സർവായുധ വർഗം ധരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അത് എടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനത്തെ ആശ്രയിക്കുമ്പോഴും, ഹല്ലേലൂയ, ആ ദൈവവചനം വിശ്വസിക്കുമ്പോഴും, ഹല്ലേലൂയ, ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങളെ വീഴ്ത്തുവാൻ, ഹല്ലേലൂയ, നിങ്ങളെ തള്ളിയിടുവാൻ നോക്കുന്ന ദുഷ്ട പിശാചിന്റെ മുമ്പിൽ നിങ്ങൾ ധീരതയോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:13 അവർ പിതാവിനെയും എന്നെ അറിയായികൊണ്ട് ഇങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ദുഷ്ടന്മാര്, ഈ ലോകത്തിലെ ചതിയന്മാര്, ഈ ലോകത്തിലെ പരിഹാസികള് നീതിമാനായ നിന്നെ തകർക്കാനായിട്ട് നിങ്ങൾ വീഴുമ്പോൾ ഒരിക്കലും ഹല്ലേലൂയ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ തകർന്നു പോകുവാൻ അവസരം എന്ത് ചെയ്യരുത്? ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ എവിടെയായിരുന്നാലും ആമേൻ നിങ്ങൾ തിരിച്ചറിയണം, ദുഷ്ടന്മാർ, ഭാവികൾ, പരിഹാസികൾ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് നിങ്ങൾ നിൽക്കുന്നിടത്ത് വീഴാൻ പിശാച് തള്ളാൻ സാധ്യതയുണ്ട്. വീഴാതിരിക്കുവാൻ ദൈവവചനം ധ്യാനിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെ വീഴ്ത്തി കളയുവാൻ, നിങ്ങളെ തള്ളിയിടുവാൻ, നിങ്ങളെ തകർക്കുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചുക്കൾ കൊടികൊത്തി വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും ആമേൻ ജയിക്കുവാൻ, ഹല്ലേലൂയ, വെറുതെ ജയിക്കുകയല്ല, ഒരു ജീവ കിരീടം പ്രാപിക്കുവാൻ, ആമേൻ, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന് ഉടമയാണ് എന്ന് മറന്നു പോകാതെ, ഹല്ലേലൂയ, കേൾക്കേണ്ട വചനം, വായിച്ച വചനം, ഗ്രഹിച്ച വചനം ഉപയോഗിച്ച് നിന്നെ വീഴ്ത്തുവാൻ, നിന്നെ തള്ളുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ, നിനക്കെതിരെ പ്രതിയോഗിയായി വരുന്ന പിശാചിനെ പരാജയപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ആ വചനത്തെക്കുറിച്ച് പിന്നെയും ധ്യാനിക്കുവാൻ എല്ലാ ദിവസവും കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും സമയങ്ങളിൽ അങ്ങ് വചനം കൊണ്ട് വെട്ടി വചന പരിജ്ഞാനത്തിൽ ജയം പ്രാപിച്ചതുപോലെ കർത്താവേ, ജയാളിയായി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അതെ പരാജയപ്പെടുത്തി ജയാളിയായി ജീവിക്കുവാൻ ഉതകുന്ന ഒരാത്മമണ്ഡലം സ്വർഗം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. സഹിക്കേണ്ടതിനെ സഹിക്കുവാൻ, പൊറുക്കേണ്ടതിനെ പൊറുക്കുവാൻ, ക്ഷമിക്കേണ്ടതിനെ ക്ഷമിക്കുവാൻ കർത്താവ് കൃപ. ഞങ്ങളുടെ നാമം ചൊല്ലി ഇന്ന് രാത്രി വചനം കേട്ട, വരും ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ മറക്കരുത്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറത്തിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ആമേൻ ദൈവവചനം ആമേൻ ഞങ്ങൾ ആമേൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിലൂടെയുള്ള ഈ ലൈവ് ആമേൻ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതിൽ
സന്തോഷമുണ്ട്. ആമേൻ. അനേകര് വിടുവിക്കപ്പെട്ട് നിത്യതയിൽ കാണട്ടെ. ഹല്ലേലൂയ. നാളെ ഞായറാഴ്ചയാണല്ലോ. 11:30 മണിക്ക് ശേഷം വീട്ടിലെ ആരാധനയുമായി ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സമയവും സന്ദർഭവും സാഹചര്യമുള്ളവർ കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കുവാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ശുഭരാത്രി.